പ്രിയപ്പെട്ടവരെ, മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തെ വളരെ സൂക്ഷ്മമായൊരു ധ്യാനത്തിന് നമ്മൾ വിധേയപ്പെടുത്തണം. പലപ്പോഴും നമുക്ക് ദൈവം കൈമോശം വന്നിട്ടുണ്ടാവും. നമ്മൾ പറയും നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നവരാണ്, കുർബാന കൂടുന്നവരാണ്, വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എവിടെയാണ് ദൈവത്തെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? ക്രിസ്തു തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് പ്രഭാതങ്ങളിൽ മലമുകളിലേക്ക് കയറിപ്പോയിട്ടായിരുന്നു. അവിടെ പിതാവുമായി ഗാഢമായൊരു ബന്ധം പുലർത്തിയതിന് ശേഷം ക്രിസ്തു താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വരും. തന്നെ കാത്തു നിൽക്കുന്ന വിശക്കുന്നവരുടെയും രോഗികളുടെയും ഇടയിലേക്ക് അവൻ ഇറങ്ങി വരും. രോഗികളെ അവൻ സുഖപ്പെടുത്തും. വിശക്കുന്നവർക്ക് അവൻ അന്നം കൊടുക്കും. അങ്ങനെ സാധാരണക്കാരന് സ്പർശ്യമാകുന്നൊരു ദൈവം, കാണുവാൻ കഴിയുന്നൊരു ദൈവമായി അവൻ മാറി. ക്രിസ്തു തന്നെ തേടുന്നവരോട് ക്രിസ്തു പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദരിദ്രന്റെ ഇടയിൽ നോക്ക്, വിശക്കുന്നവരുടെ ഇടയിൽ നോക്ക്, നിങ്ങൾ നഗ്നന്റെ ഇടയിൽ നോക്ക്, രോഗിക്കിടയിൽ നോക്ക്, ഞാൻ തന്നെയാണ്. പലപ്പോഴും ഈ മാനുഷിക വശത്തെ നമസ്കരിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും മെഴുകുതിരി കൊളുത്തി പ്രാർത്ഥിക്കുന്നതും ദേവാലയങ്ങളിൽ പോയി കണ്ണുനീരൊഴുക്കുന്നതും. ദേവാലയത്തിൽ പോയി നിങ്ങൾ കാണുന്ന ഓരോ കുർബാനയും തെരുവിൽ ചിതറിക്കിടക്കുന്ന ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കേണ്ട ഘടകം മാത്രമാണ്. ഈ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടേണ്ടത് ഈ തെരുവോരങ്ങളിലാണ്. ഒരു നേരത്തെ ഭക്ഷണപ്പൊതിയുമായി ഒരുവന്റെ അരികിലേക്ക് നിങ്ങൾ ചെല്ല്. ഒരാളുടെ കണ്ണുനീരൊപ്പുവാൻ നിങ്ങൾ സന്മനസ്സോടുകൂടെ കയറിച്ചില്ല. അവിടെ ക്രിസ്തു നിങ്ങളിൽ പ്രീതിയുള്ളവനായി മാറും. അതാണ് വിശ്വാസം, അതാണ് ആരാധന. അത്തരത്തിലുള്ള ആരാധനയിലേക്ക് ദൈവം നയിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ ദൈവം. ആമേൻ.